അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് ഫ്രൂട്ട് സലാഡാണ്. അപ്പൊ എല്ലാരും വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവൂലേ? നാള് യൂട്യൂബിൽ ഇട്ടീന്നല്ലേ ഇങ്ങനത്തെ ഒരു വീഡിയോ. എങ്ങനെ ഇനി മതി, ഇനി പൊളിച്ചോ ഗൈസ്. നമ്മൾ അന്ന് പറഞ്ഞ മാതിരി മേടണെന്ന് പറഞ്ഞത് ഓരോ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഉണ്ട് കേട്ടോ. പരിപാടികൾ പറയണ്ട കാര്യം അല്ലേ? എങ്ങനെ ഉറുമാമ്പഴം എളുപ്പത്തിൽ ഈസിയായി ഞാൻ കാലുണ്ട്, കാലില്ലാന്ന് വിചാരിക്കണ്ട. പൊളിച്ചു വരണ്ട. അയ്യോ ഒരു പുഴു വരുന്നുണ്ട്. അതല്ലേ ആൾക്ക് ഇഷ്ടാവും എന്ന് വിചാരിക്കണ്ട്. ഇഷ്ടായ എന്താ ചെയ്യാ, മറ്റേ മറക്കണ്ട. ഇത് ഞാൻ പറയാൻ മറന്നിക്കണത് ബെല്ല് എന്താണ് ബെല്ല് പൊട്ടിക്കുക അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അത് മറക്കരുത് കേട്ടോ. എല്ലാവരും ചെയ്യണം. പിന്നെ നിങ്ങൾ വീട്ടിലത്തെ എല്ലാവരും കൊണ്ട് എന്ത് ചെയ്യാ, ഇതൊക്കെ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ഒക്കെ പറയാലോ, അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക. മക്കളെ പ്ലേ ബട്ടൺ കിട്ടാൻ ബോധ്യകൊണ്ടാണ്, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല. പെരക്കാരൊക്കെ വരൽ തുടങ്ങിയാണ്. എന്റെ ഒടുക്കാമത്തെ ഒരു എടുക്കല് ഇതുവരെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ലല്ലോ. കായൊക്കെ അക്കൗണ്ടില് ഇത് ഉറുപ്പ് വന്നിട്ടില്ല കാക്ക, ഉറുപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഇനി വന്നോളെന്ന് വിചാരിക്കണേ. നിങ്ങൾ ഒന്ന് പറയണം എല്ലാവരോടും, യൂട്യൂബിന്റെ ആൾക്കാരോടൊക്കെ ഒന്ന്. നമ്മളെന്ത് ചെയ്യാ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ചാൻസ് കിട്ടിയതാണ്. വീട്ടിൽ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോ അതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവരോടൊന്ന് പറയാതെ എന്ത് ചെയ്യാ, നൈസായിട്ട് ചെറിയൊരു പരിപാടിയിലാണ് കേട്ടാ. അപ്പൊ നിങ്ങളെ വീട്ടിലുണ്ടാവും ഫ്രിഡ്ജൊക്കെ തുറന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഏത് സ്ഥാനം എടുത്താലും ഒക്കെ ഫ്രൂട്ട് സലാഡാണ്. ഫ്രൂട്ട് കൂട്ടി അടിക്കുന്നേ. അപ്പൊ എന്തായി, ഫ്രൂട്ട് സലാഡ് ആയി. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ചോദിച്ചു നോക്കല്ലേ അയാളോട്. ചെറിയൊരു ഗ്യാപ്പ് ചോദിച്ചാൽ എന്ത് ചെയ്യാം, ആപ്പിൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ പാത്രമൊക്കെ ഉണ്ടാ, അങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ ഉള്ളത് എടുക്കട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളിത് സാധാ 2 കുത്തിഞ്ഞാണം എടുത്താണ്. ചെറിയൊരു കുത്തിഞ്ഞാണോ വലിയൊരു കുത്തിഞ്ഞാണോ. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യാ, നമ്മളെ ബാക്കുണ്ട് ബാക്ക. അപ്പൊ കണ്ടില്ല നിങ്ങളിത് ഉഷാറ് സാധനമാണ് ചേട്ടാ. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നാട്ടിൽ കിട്ടും. നിങ്ങൾ റോബസ്റ്റ് എന്ന് പറയും. വെല്ലിപ്പാരെന്താ പറയാന്ന് എനിക്കറിയില്ല, നമ്മള് പ്രായം കുറവാണ് അതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാ, നല്ല നൈസായിട്ട് നല്ല പൊളിച്ചു കൊടുക്കുക. അങ്ങനെ പൊളിച്ചിട്ട് എന്ത് ചെയ്യുക, നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതാ സിമ്പിളായിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മളെന്ത് ചെയ്യണം, മുറിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. മുറിക്കുമ്പോൾ കൈ പാളരുത്. കുനുകുനാന്ന് അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്നിങ്ങനെ കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല സൂപ്പറായിട്ട് എടാ, അടിപൊളി കണ്ടാ. ഇതിങ്ങനെ നല്ല പഴുത്ത അടിപൊളി. നിങ്ങളുടെ നാട്ടിലൊക്കെ പൗത്താന്നൊക്കെ പറയും. അങ്ങനെ പല ആൾക്കാരും പലതും പറയും, നമ്മളും പലതും പറയലുണ്ട്. അപ്പൊ കുറച്ചൊരു ഇത് വേണ്ടേച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മാറ്റി പിടിക്കണേ. അപ്പൊ നിങ്ങൾ നോക്കുക കേട്ടോ. അങ്ങക്ക് അറിയണ്ടാവും, എന്തുണ്ടെങ്കിലും ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അറിയാത്തൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏത് ബാക്കിയാണ് ഇത് എടുത്തുക്കണെന്നൊക്കെ ചോദിക്കുക. ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ നമ്മളിത് എങ്ങനെ കട്ട് ചെയ്തതാ. അപ്പൊ ഏകദേശം അത് തീർന്നിട്ടുണ്ട്. നമ്മൾ ഒന്നാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അടുത്ത നമ്മൾ മുന്തിരി കട്ട് ചെയ്യാണ്. അപ്പൊ മുന്തിരി കട്ട് ചെയ്യുമ്പോൾ കുരിയാത്ത മുന്തിരി ഇങ്ങനെ എല്ലാവരും പറയും. അപ്പൊ ഞാൻ ഇപ്രാവശ്യം വീഡിയോ പോയിട്ട് ഓക്കരാക്കാന്റെ വീഡിയോ പോയി ചോദിച്ചു നോക്കിയപ്പോൾ എന്താ ഒരു കുരില്ലാത്ത മുന്തിരി എടുത്തത്. സംഭവം ശരി തന്നെ കേട്ടാ. ഓക്കരാക്ക് നമ്മൾ പറ്റിച്ചിട്ടൊന്നുമില്ല, കുരില്ലാത്ത മുന്തിരി തന്നെയാണ്. അപ്പൊ കുരില്ലാത്ത മുന്തിരി വട്ടത്തിൽ നുറുക്കാനാ പറഞ്ഞത്. എനിക്കറിയില്ല നുറുക്കത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നീളത്തിലാണ് ഇപ്രാവശ്യം ഒന്ന് നോക്കി നോക്കാം. തിന്നാ മതിയല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് വട്ടത്തിലോ നീളത്തിലൊക്കെ നുറുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടാ. ചിലതെന്താ ചെല്ലതൊന്നും ടോടേണ്ട, എന്താ പഴുപ്പ് കൂടിയിട്ടാണ്. പഴുത്താന്ന് പറയില്ല, പഴുപ്പ. നിങ്ങളെന്താ അവിടെ പറയല് എന്നറിയില്ല. നമ്മളുടെ നാട്ടില് പോക്കാന്നൊക്കെ പറയും. നിങ്ങളവിടെ എന്താ പറയാ? എന്തായാലും കുറച്ച് മുന്തിരി നമ്മൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കഷ്ണാക്കിയിട്ട് നുറുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആപ്പിളൊക്കെ എല്ലാവർക്കും അറിയാലോ. ഉഷാറൊരു ആപ്പിള ഞാൻ പകുതി എത്തി വെച്ചിട്ടുണ്ട്. അത് നോക്കണ്ട നിങ്ങള്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ, നമ്മൾ ചെറിയ കനം കുറച്ചിട്ട്. കാരണം ഫ്രൂട്ട് സലാഡൊക്കെ ആകുമ്പോൾ ഒരിക്കലും നമ്മൾ കനം കൂട്ടി ചെയ്യരുത്. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ സ്മോളായിട്ട് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഒരിക്കൽ നമ്മൾ എടുത്തിട്ടുള്ളത് ആ കട്ടിംഗ് ബോർഡ് മരത്തിന്റെ ആണ്. അപ്പൊ പ്ലാസ്റ്റിക് എടുക്കാതിരിക്കുക. അതെന്താ, നമുക്ക് പ്ലാസ്റ്റിക്കില് പറയുന്നുണ്ട് ആൾക്കാർ എന്താ, നമ്മുടെ ശരീരത്തിന് കേടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, മരത്തിന്റെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സ്മോളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. നന്നായി കൈ നോക്കണം കേട്ടോ. കയ്യിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ പണി പെടും. അപ്പോൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സ്മോളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റെഡി ആയിക്കണേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതൊന്നുമില്ല. നമ്മൾ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, പാത്രത്തിൽ കൊട്ടുക, തിന്നുക, അത്രേ ഉള്ളൂ. അത് നോക്കിയാലോ നമുക്ക്. മക്കളെ നമ്മൾ കുണ്ടൻ പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളവിടെ എന്താ കുണ്ടവരാന്ന് പറയാനല്ല. നമ്മൾ എന്ത് ചെയ്യാൻ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ആപ്പിള് പഴമൊക്കെ റെഡിയാണ്. ഇതാ
റുമാനൊക്കെ റെഡി സെറ്റാക്കിയിട്ട് അപ്പോൾ അടുത്ത് നമ്മളെന്ത് ചെയ്യുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു ഇളക്കൽ പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ടും റെഡിയാണ്. വാ സൂപ്പറായി സൂപ്പർ കണ്ടാ. നിങ്ങളുടെ നാട്ടിലേക്ക് ഈ ഫ്രൂട്ട് കിട്ടൂല മക്കളെ പറയുമ്പോൾ തന്നെ അപ്പോൾ ഉഷാറാക്കിയിട്ടുണ്ട്. ഞാൻ നമ്മളെന്ത് ചെയ്യുക ഒന്ന് മെല്ലെ ഇങ്ങനെ കൈയിട്ടിടന്ന് ഇളക്കണില്ല കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക എല്ലാവരും കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മളെന്ത് ചെയ്യുക കൈയിട്ട് ഇളക്കാതെ ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ആക്കണം. എല്ലാ ഫ്രൂട്ടും എല്ലാവർക്കും കിട്ടണ്ടേ. അപ്പോൾ അതിൽ നമ്മളെന്ത് ചെയ്യുക ഞാൻ അടുത്ത് ചെറിയ ചെറിയ പാത്രത്തിൽ നമ്മളെന്ത് ചെയ്യും ഈ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് കോരിടലാണ്. അപ്പോൾ ആ കോരിടണാണ്ട് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. തൊന്നിട്ട് മിക്സ് ആക്കട്ടോ മക്കളെ. പാത്രത്തിൽ മാറ്റാൻ പോകട്ടോ. ചെറിയ ചെറിയ പാത്രത്തിൽ ഇതാ ഒരു 2 സ്പൂണേ ഇപ്പം ഇടുന്നുള്ളൂ കേട്ടോ. 2 സ്പൂൺ ഇങ്ങനെ എല്ലാ പാത്രത്തിലും നമ്മൾ മിക്സ് ചെയ്യുക. ആ ഫ്രൂട്ട് എല്ലാം കൂടി എന്ത് 2 പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. 4 പാത്രം. 1ാം ക്ലാസ്സിലെ അല്ല പണ്ടത്തെ 1ാം ക്ലാസ്സാണ്. അതുകൊണ്ടാണ് അങ്ങനെ മാറിയതിട്ടാ. എണ്ണം കഴിച്ചിക്കണേ. ഫ്രൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ 1.5 2.5 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഐസ്ക്രീം നമ്മൾ എന്ത് ചെയ്യുക ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂണ് കുറഞ്ഞിട്ട് നെരുമണി കൂടണ്ടാച്ചിട്ടാണ് 1.5 സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് കൂടി സ്പൂണ് മറ്റേ സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് വീണില്ല. കുറച്ച് നേരങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ മറ്റേ സ്പൂൺ എടുത്ത് നീക്കി കൊടുത്തിട്ടാ. ഇതിപ്പോ ചെക്കന്മാര് ചിലവരുത് ശരിയാവും. അപ്പൊ നമ്മളിതിപ്പോ ശരിയായിട്ടില്ല. അതാ 2 സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കൂടിയിരിക്കണം. അപ്പൊ അധികം ഇടൂല. 1.5 ഇട്ടുള്ളൂ. കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാവർക്കും ഒരേമാതിരി കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് 2 സ്പൂണ് ഐസ്ക്രീം എല്ലാവർക്കും നമ്മൾ ഇട്ട് കൊടുക്കൂട്ടോ. ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. എന്തായാലും കാര്യങ്ങള് ഇപ്പൊ മക്കളെ നമ്മളെ ഫ്രൂട്ട്സ് എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോ സ്പൂണ് കുത്തുക കഴിക്കുക അത്രേ ഉള്ളൂ ഇപ്പൊ പരിപാടി. എന്തായാലും കുറച്ചുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കുറഞ്ഞിക്കണ നിങ്ങൾ തോന്നുന്നുണ്ട്. കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഇപ്പൊ റെഡി ആയി. പുറത്ത് പോയി അത് സാരില്ല എടുക്കാം. മക്കളെ അപ്പൊ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ നല്ല മിക്സ് ആക്കിയിട്ട് അടിപൊളി ഇതാ നമുക്ക് കഴിക്കാട്ടാ. ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ. വാവ് സൂപ്പർ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടാ. സൂപ്പർ